നമസ്കാരം, താമര ടോക്സിലേക്ക് സ്വാഗതം. എൻ്റെ പുതിയ ഫ്ലാറ്റിന് വേണ്ടി കുറച്ച് ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കാനാണ് ഞാൻ തൃശ്ശൂരിലുള്ള മൈജി, ക്രോമ, വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ്, നന്ദിലത്ത് ജിമാർട്ട്, ഓക്സിജൻ എന്നീ സ്ഥാപനങ്ങളിൽ പോയത്. ഞാനിവിടെ ഒരു സാധാരണ കസ്റ്റമറിനെ പോലെ ഒരു സാധനം വാങ്ങിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം പോയതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു വീഡിയോയും ഞാൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ കടകളുടെ ഇൻറ്റീരിയർ കാണിക്കാനുള്ള ഉദ്ദേശം ഈ വീഡിയോയ്ക്കില്ല. എൻ്റെ ഷോപ്പിംഗ് അനുഭവം വെച്ച് ഈ കടകളിൽ നിന്നുള്ള വ്യവഹാരം അല്ലെങ്കിൽ എൻ്റെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, അതിനനുസരിച്ച് ഞാൻ ഈ 5 കടകൾക്ക് എന്തു റാങ്കിങ് കൊടുക്കും എന്ന് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കടകൾക്ക് എൻ്റേതായ രീതിയിൽ ഒരു റാങ്കിങ് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ സ്വീകരിച്ചിട്ടുള്ള മാനദണ്ഡം, അവിടുത്തെ സ്റ്റാഫിൻ്റെ പെരുമാറ്റം, അവിടെയുള്ള സ്റ്റോക്ക്, അതായത് വിവിധ ബ്രാൻഡുകളുടെ വിവിധ മോഡലുകൾ എത്ര സ്റ്റോക്കുണ്ട് എന്നത്, പിന്നെ മൂന്നാമതായി അവിടുത്തെ വില നിലവാരം. ഈ 3 കാര്യങ്ങളെ മുൻനിർത്തിയാണ് ഞാനൊരു ഫൈനൽ തീരുമാനത്തിൽ എത്തിയിട്ടുള്ളത്. എനിക്കുള്ള അതേ അനുഭവമാകണമെന്നില്ല മറ്റുള്ളവർക്ക്. കാരണം നിങ്ങൾ എന്ത് സാധനം വാങ്ങിക്കാൻ പോകുന്നുവോ എന്നതിനനുസരിച്ചിരിക്കും അവിടുത്തെ സ്റ്റോക്കിനെ പറ്റിയുള്ള വിലയിരുത്തൽ. അതുകൊണ്ട് പലർക്കും പല അഭിപ്രായമുണ്ടാകാം. ഇത് എക്സ്ക്ലൂസീവ്ലി എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഞാൻ ആദ്യമായി പോയത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള പൂത്തോളിലെ മൈജിയുടെ ഷോറൂമിലേക്കായിരുന്നു. അവിടുത്തെ സ്റ്റാഫ് വളരെ വെൽക്കമിങ് ആയിരുന്നു. എനിക്ക് ആവശ്യമുള്ള ഗൃഹോപകരണങ്ങൾ എന്താണെന്ന് പറഞ്ഞു. അത് പ്രധാനമായും ഡിഷ് വാഷർ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ, 100% ഡ്രയർ എന്നീ 3 സാധനങ്ങൾ അത്യാവശ്യമായിട്ടും അതിൻ്റെ പിന്നാലെ എനിക്കൊരു നല്ല കൗണ്ടർ ടോപ്പ് ഗ്യാസ് സ്റ്റൗ, റോബോട്ടിക് ക്ലീനർ, ഒരു മിനി ഫ്രിഡ്ജ്, സ്റ്റാൻഡിങ് സ്റ്റീമിങ് അയൺ തുടങ്ങിയ സാധനങ്ങളും എനിക്ക് വേണമായിരുന്നു. അപ്പോൾ ഞാൻ ഏറ്റവും അത്യാവശ്യമായിട്ട് ആദ്യം പറഞ്ഞ 3 സാധനങ്ങൾ എല്ലാം അവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അതായത് എനിക്ക് വേണ്ട ബ്രാൻഡിൽ എനിക്ക് ആവശ്യമുള്ള മോഡലുകൾ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാലും ഉള്ള സാധനങ്ങൾ കാണിച്ചു തന്നു, അതിനനുസരിച്ച് വിവരങ്ങളും പറഞ്ഞു തന്നു. പക്ഷേ അതിൻ്റെ പ്രൈസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് പ്രത്യേകിച്ചൊരു മറുപടി ഇൻസ്റ്റൻ്റായിട്ട് തരാനുണ്ടായിരുന്നില്ല. അവരെന്നോട് പറഞ്ഞത്, മാഡം ഫോൺ നമ്പർ തന്നാൽ മതി, ഞങ്ങളതിൽ അറിയിക്കാം, വാട്സപ്പിലൂടെ അറിയിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, അപ്പോഴേക്കപ്പോൾ കിട്ടുന്നതാണ് ഏറ്റവും സൗകര്യം. നമുക്കതിൻ്റെ ഒരു എസ്റ്റിമേഷൻ ആ പേപ്പർ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ഷോറൂമിൽ പോകുമ്പോൾ നമുക്കത് ഈസിയാണ് കമ്പയർ ചെയ്ത് നോക്കാൻ. എന്നാലും അവർ വാട്സപ്പിൽ അയച്ചു തരാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അവർക്ക് നമ്പർ കൊടുത്ത് ഞാൻ പുറത്തേക്ക് കടന്നു. പിന്നീട് ഞാൻ രണ്ടാമതായിട്ട് പോകുന്നത് ക്രോമയിലേക്കാണ്. ക്രോമ MG റോഡിലാണുള്ളത്, തൃശ്ശൂരിൻ്റെ. അവിടെ ഇഷ്ടംപോലെ സ്റ്റോക്കുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് വേണ്ട ചില ബ്രാൻഡുകളുടെ പെർട്ടിക്കുലർ മോഡലുകൾ ഉണ്ടായിരുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വാഷിംഗ് മെഷീൻ എനിക്ക് ഇപ്പോൾ LGയുടെ ആണ് വേണ്ടത്, അല്ലെങ്കിൽ ബോഷിൻ്റെ ആണ് വേണ്ടത്. എനിക്ക് 8 കിലോൻ്റെ ആണ് വേണ്ടതെങ്കിൽ 8 കിലോൻ്റെ അവിടെ ഉണ്ടെങ്കിലല്ലേ എനിക്കത് വാങ്ങിക്കാൻ പറ്റും. ഞാനത് തീരുമാനിച്ചാണ് പോയതെങ്കിൽ ഞാനത് 7നോ 6നോ അല്ലെങ്കിൽ 10നോ 12 കിലോൻ്റെ ഇതിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ബ്രാൻഡുകളുടെ ആ പെർട്ടിക്കുലർ മോഡൽസ് ചിലത് ഉണ്ടായിരുന്നില്ല. സ്റ്റാഫ് വളരെ നന്നായിരുന്നു. പക്ഷെ അങ്ങനെ വല്ലാതെ സാധനങ്ങൾ വിറ്റ് പോകണം എന്നുള്ള ഒരു വല്ലാത്തൊരു കീൻനെസ് ഒന്നും ഞാൻ അവരിൽ കണ്ടില്ല. അതുപോലെ വേറെ എന്തെങ്കിലും ചോയ്സ് കിട്ടാനുള്ള ഒരു ഇതൊന്നും അത്രയ്ക്കൊന്നും ഞാൻ കണ്ടില്ല. എന്നാലും നമ്മൾ ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം വിശദമായി പറയാനും നമുക്ക് കാര്യങ്ങൾ കാണിച്ചു തരാനും അവർ സന്നദ്ധരായിട്ട് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ പ്രൈസ് കുറച്ച് റീസണബിളി പ്രൈസ്ഡ് ആണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇതിൽ വേറൊരു കാര്യം കസ്റ്റമേഴ്സിന് ചെയ്യാൻ പറ്റുന്നത്, അവരുടെ ഓൺലൈൻ സൈറ്റ് ഉണ്ട്. അതുകൊണ്ട് ക്രോമയിൽ പോകുമ്പോൾ അത് നിങ്ങളൊന്ന് ഓൺലൈനിൽ എത്രയാണ് അതിൻ്റെ പ്രൈസ് എന്ന് മുമ്പേ കൂട്ടി ഒന്ന് അന്വേഷിച്ചറിയുന്നത് നന്നായിരിക്കും. കാരണം രണ്ടും ഒരേ പ്രൊഡക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഓൺലൈനിൽ ചിലപ്പോൾ വില കുറവിന് കിട്ടിയെന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു വഴി ആ സാധനം വാങ്ങിക്കാനായിട്ട് ശ്രമിക്കാവുന്നതാണ്. പിന്നെ ഞാൻ രണ്ടാമത് ഇപ്പോൾ ഈ സാധനങ്ങൾക്ക് ശേഷം ഞാനിപ്പോൾ അടുത്തായിട്ടാണ് ഞാൻ സ്റ്റാൻഡിങ് സ്റ്റീം അയൺ വാങ്ങിക്കാനും ഒരു മിനി ഫ്രിഡ്ജ് വാങ്ങിക്കാനും വേണ്ടി രണ്ടാമതായി ക്രോമയിൽ പോയത്. ആ സമയത്ത് എനിക്ക് അവിടുത്തെ സ്റ്റാഫിനെ കുറച്ചും കൂടെ എനർജറ്റിക് ആൻഡ് ആക്റ്റീവായിട്ട് എനിക്ക് തോന്നി. അവിടുത്തെ പ്രൈസ് ചോദിക്കുമ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ്ലി അവർ നമുക്ക് പറഞ്ഞു തരും എത്ര ഡിസ്കൗണ്ട് തരാൻ പറ്റുമെന്നും
എത്രത്തോളം കുറയ്ക്കാമെന്നും വേറെ എന്തെങ്കിലും മാർഗ്ഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ പേയ്മെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സിനെ പറ്റിയൊക്കെ അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തരും. മൂന്നാമതായി ഞാൻ പോകുന്നത് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിലാണ്. അത് പൂത്തോൾ ധർമ്മല കോളേജിൻ്റെ ഓപ്പോസിറ്റിലാണ് ഉള്ളത്. അവിടെയും എനിക്ക് ആവശ്യമുള്ള ബ്രാൻഡിൻ്റെ ആവശ്യമുള്ള മോഡലുകൾ ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും അവിടെ ആ ഷോറൂം നമ്മൾ പുറത്തുനിന്ന് കാണുന്നതിനേക്കാൾ കൂടുതലായി നല്ലൊരു ശേഖരം ഉള്ളിലുണ്ട്. കുറച്ച് പിന്നിലേക്കായിട്ടും പിന്നെ ഫസ്റ്റ് ഫ്ലോറിലായിട്ടുമാണുള്ളത്. സ്റ്റാഫൊക്കെ വളരെ നന്നായിരുന്നു. എനിക്ക് ആവശ്യമുള്ള മോഡൽ ഇല്ലെങ്കിലും അവിടെയുള്ളൊരു മോഡൽ വാങ്ങിക്കാൻ വേണ്ടി അവരതിൻ്റെ പല മേന്മകളും പറഞ്ഞ് എന്നെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഞാൻ അവിടുന്ന് വാങ്ങിച്ചില്ല. പ്രൈസ് അത്ര വല്ലാതെ കൂടുതലായിട്ടൊന്നും തോന്നിയില്ലെങ്കിലും എനിക്കതിലും കുറവായിട്ട് എവിടെ നിന്നെങ്കിലും കിട്ടും എന്നൊരു എന്തോ എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ടും വേണ്ട മോഡലുകളില്ലാത്തത് കൊണ്ടും ഞാൻ അവിടുന്ന് വാങ്ങിയില്ല. വേറൊന്ന്, അവർ ഇൻസ്റ്റൻ്റായിട്ട് ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് MRP എന്താണെന്നും അതിന് എന്തുമാത്രം ഡിസ്കൗണ്ട് തരാം എന്നുള്ള മാക്സിമം ഡിസ്കൗണ്ട് കണക്കാക്കിയിട്ടുള്ള ഒരു എസ്റ്റിമേഷൻ അവർ കൃത്യമായിട്ട് അവിടുന്ന് തന്നു. അതെനിക്കൊരു നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നി. പിന്നെ ഞാൻ നാലാമതായിട്ട് പോയത് നന്ദിലത്ത് ജിമാർട്ടിലേക്കാണ്. നന്ദിലത്തിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. പുറത്തുനിന്നും നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നും അകത്ത് കയറിയാലും സ്റ്റോക്ക് ഉണ്ട്. പക്ഷേ അപ്പോഴും എനിക്ക് വേണ്ട ചില മോഡൽസ് അവിടെ മിസ്സിങ് ആയിരുന്നു. മറ്റൊരു കാര്യം എന്ന് പറയണത്, നമ്മളവിടെ കയറി ചെല്ലുന്നതോടുകൂടി ഒരു 5-6 സ്റ്റാഫ് നമ്മുടെ അടുത്ത് എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് വരും. നമ്മളവരുടെ ആരുടെ മുഖത്തേക്ക് നോക്കി പറയണം എന്ത് വേണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നമ്മൾ ഒരാളോട് മുഖത്ത് നോക്കി പറഞ്ഞ് നമ്മളവരെ കൊണ്ടുപോകും. അങ്ങനെ അവർ കൊണ്ടുപോകുമല്ല, അവർ കാണിക്കും, ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോയാൽ മതി അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് പറഞ്ഞ് കാണിക്കും. പക്ഷേ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെത്തുമ്പോൾ അവിടെ വിജനമായിട്ട് കിടക്കുകയാണ്. നമ്മൾക്ക് വേണ്ട ഒരു പ്രൊഡക്റ്റിൻ്റെ അടുത്ത് ചെന്ന് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ചുറ്റുവട്ടത്തൊന്നും ആരും ഉണ്ടാവില്ല. പക്ഷേ അവിടെ കൗണ്ടറിൽ ഫസ്റ്റ് ഫ്ലോറിൽ കുറച്ച് മാറിയിട്ട് കൗണ്ടറിലായിട്ട് കുറച്ച് പേരുണ്ടായിരുന്നു. പക്ഷെ അവർ സഹായിച്ചു. പിന്നെ നമ്മൾ അവർ അപ്രോച്ച് ചെയ്തപ്പോൾ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ പ്രൈസും എന്ത് ഡിസ്കൗണ്ട് വരെ കൊടുക്കാമെന്നുള്ളതും നമുക്ക് അവർ ഇൻസ്റ്റൻ്റ്ലി പറഞ്ഞു തന്നു. പക്ഷേ പ്രൈസ് മറ്റുള്ള സ്ഥലങ്ങളിലേക്കാൾ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാൻ നന്ദിലത്തുനിന്നും ഇറങ്ങി. ഇതിനിടയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ക്രോമയിൽ പോയപ്പോഴും വേണൂസിൽ പോയപ്പോഴും ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? മൈജിക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്താണെന്ന് വെച്ചെങ്കിൽ വാട്സപ്പിൽ അയക്കാമെന്ന്. ഒരു വിവരവുമില്ല. ഒരു കാര്യം, ഞാൻ ഈ 5 സ്ഥലങ്ങളിലേക്കും ഒരു ദിവസത്തിനുള്ളിൽ തന്നെ പോയിട്ടുള്ളതല്ല. ഒരു 3-4 ദിവസം എടുത്തിട്ടാണ് ഞാൻ ഈ 5 സ്ഥലങ്ങളിലേക്കും പോയിട്ടുള്ളത്. അപ്പോൾ ഒരു 3 ദിവസത്തിനുള്ളിൽ പോലും അല്ലെങ്കിൽ 4 ദിവസത്തിനുള്ളിൽ പോലും മൈജിയിൽ നിന്നും യാതൊരു റെസ്പോൺസും ഉണ്ടായില്ല പ്രൈസിനെ പറ്റിയിട്ട്. 5-മതായി ഞാൻ പോയ സ്ഥലം ഓക്സിജനാണ്. അതെൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നതല്ല, ഒരാൾ സജസ്റ്റ് ചെയ്ത് അവിടെ ഒന്ന് പോയി നോക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പോയതാണ്. അവിടെ എത്തിയപ്പോൾ സ്റ്റാഫ് വളരെ വെൽക്കമിങ് ആയിരുന്നു. അതിനേക്കാളേറെ എന്നെ അത്ഭുതപ്പെടുത്തിയത് എനിക്ക് വേണ്ട ബ്രാൻഡുകളെല്ലാം അവിടെ ഉണ്ടായിരുന്നു, എനിക്ക് വേണ്ട മോഡലുകളും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഷോപ്പിംഗ് അത് വളരെ ഈസിയാക്കി തീർത്തു. കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ എല്ലാം പറഞ്ഞു തരാനും അവിടുത്തെ സ്റ്റാഫ് തയ്യാറായിരുന്നു. പ്രൈസും എനിക്ക് റീസണബിളായിട്ടാണ് തോന്നിയത്. ഇനി ഈ 5 സ്ഥലങ്ങളിലെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ഒരു റാങ്കിങ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ നമ്പർ 1 സ്ഥാനത്തേക്ക് ഓക്സിജനെ കൊടുക്കും. 2-ാം സ്ഥാനത്ത് ക്രോമ, 3-ാം സ്ഥാനത്ത് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ്, 4-ാം സ്ഥാനത്ത് നന്ദിലത്ത് ജിമാർട്ട്, 5-ാം സ്ഥാനത്ത് മൈജി. ഒരേ ഒരു കാരണം കൊണ്ടാണ് ഞാൻ പ്രധാനമായും അതിന് 5-ാം സ്ഥാനത്തേക്ക് നീക്കിയത്. മൈജിയിൽ നിന്നും യാതൊരു റെസ്പോൺസും ഇത്രയും കാലവുമായിട്ട് തരാത്തത് കൊണ്ട്. വിലപിടിപ്പുള്ള 4-5 ഗൃഹോപകരണങ്ങൾ ഒരുമിച്ച് വാങ്ങിക്കാനുള്ള ഒരു കസ്റ്റമർ ആയിരുന്നിട്ട് പോലും എന്നോടുള്ള റെസ്പോൺസ് ഇതാണെങ്കിൽ 1-2 സാധനങ്ങൾക്ക് വേണ്ടി ചെല്ലുന്നവർ ചോദിച്ചാൽ ഡിസ്കൗണ്ടിനെ കുറിച്ചും പ്രൈസ് എസ്റ്റിമേഷനെ പറ്റിയും ചോദിച്ചാൽ അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ അന്നത്തെ ദിവസം സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്നുണ്ടായ ഒരു അശ്രദ്ധയോ അല്ലെങ്കിൽ ഒരു അലംഭാവമോ ആയിരിക്കാം. എന്തായാലും എൻ്റെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഞാൻ ഈ വിധത്തിലാണ് റാങ്ക് ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.